രണ്ടല്ലേ പറഞ്ഞത്, മൂന്നാമനെവിടെ? പക്ഷെ ഉന്നെ മട്ടും കാതലില്ല, മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ല. കൊല്ലത്തെ കൂടുതൽ കൊറേ പെൺകുട്ടിയെ പ്രേമിക്കാൻ പറ്റും. എനിക്ക് ബോറടിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ എന്തും കളയും. കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാം ഒന്നും വളയൂല. ഇത് വെറും സൗന്ദര്യം ആസ്വദിക്കൽ മാത്രമാണ്. ഞങ്ങൾ കോളേജിലാണെങ്കിലും ഞങ്ങൾക്ക് സിനിമയ്ക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണിച്ചു. പിന്നെ നമ്മുടെ ശ്രേയ കഷ്ടപ്പെട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി. അനുസിത്താര വാദിക്കുക, അപ്പൊ എന്താ അനുവാദം. മൂന്നാളും മൂന്ന് വഴിക്ക് വരികയാണെങ്കിലും ഇന്ന് എങ്ങനെയൊക്കെയോ ഒപ്പം എത്തി. ക്ലാസ്സിൽ ഒപ്പം എത്തിയെങ്കിലും പ്രയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ കയറിയത്. ഇന്നലെ കാര്യമായിട്ടിരുന്ന ശ്രേയ കുറെ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻ നോക്കാനുണ്ട്. പക്ഷെ എല്ലാവരും നമ്മളുടെ ലെവലിൽ നിന്നിട്ട് വേണം ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കും. നമ്മളുടെ ലെവൽ പറഞ്ഞാൽ അത്രയും ലോ ലെവൽ. ഈ രണ്ടെണ്ണത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ്. ഇത്രയും ഞങ്ങൾ സഹിച്ചുകൊണ്ടാവാൻ ഞങ്ങളൊന്ന് കൂളാക്കാൻ നല്ലൊരു മഴയും പെയ്തു. അത്യാവശ്യം മഴ ആസ്വദിച്ച് നിന്നപ്പോഴെങ്ങനെ അടുത്ത പീരീഡ് ഫ്രീ പീരീഡ് ആണെന്ന് അറിയുകയും ചെയ്യും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ പീരീഡും കൂടി ഇനി സഹിക്കണമുള്ള കുട്ടിക്ക് തൽക്കാലം ഞങ്ങൾ ഫോൺ കൊടുത്തു ഒന്ന് ഒതുക്കി. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മൂന്നാളും ഇല്ലെങ്കിൽ ക്ലാസ് ഭയങ്കര ഒരു ഉറക്കത്തിനുള്ള പ്രിപ്പറേഷൻ. ക്ലാസ് അവിടെ നടക്കണ്ടെങ്കിലും ഒരാൾ ഉറങ്ങി അതിന്റെ പിന്നാലെ അടുത്താളോ. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ടാണ്, വേറെ എങ്ങോട്ടും അല്ല. ഇത്രയും ആത്മാർത്ഥത്തോടെ വലിച്ചുകൊണ്ടാണെങ്കിൽ എങ്ങടായിരിക്കും, വേറെ എങ്ങോട്ടും അല്ല, മേഴ്സിക്കാരുടെ സ്വന്തം ചായവാലി. നമ്മുടെ സ്വന്തം ബഷീർ പറഞ്ഞ പോലെ കോളേജിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതല്ല, നമ്മൾ കോളേജ് കഴിയുമ്പോൾ എങ്ങനെയായി മാറണം എന്നുള്ളതിലൊരു കാര്യം. എന്റെ കാര്യത്തിൽ ഇവർ രണ്ടാളും നല്ലൊരു സ്പേസ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്.